സാധാരണ നമ്മുടെ നാട്ടിൽ ഈ നിലവിലുള്ള കാര്യത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. വളരെ കൂടുതൽ സമയം എടുത്തു പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം സകല വിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം എന്താണെന്ന്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ. അങ്ങനെ വെച്ചു വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ മേലെ ഒരു വെള്ളം വരുന്നു. ഏതാ വെള്ളം? മരപ്പെട്ടി മൂത്രമൊഴിച്ചതാണ്. നിങ്ങൾക്ക് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അതെടുത്ത് കുടിക്കാൻ അടച്ച് തന്നെ വെച്ചിരിക്കണം. ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്, ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാണ്. പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ്. മലയാളികൾ എല്ലാവരും സ്വീകരിക്കുക. ഇതാ ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട്. ക്ലിഫ് ഹൗസ് ഏതായാലും അങ്ങനെയല്ലോ ഒന്നാണ്. Why are you disturbing my peace? I'm very clear about it. This is wrong. ഈ പറഞ്ഞത് വേറെ എവിടെന്നെങ്കിലും കേട്ട അനുഭവമല്ല, എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളെ ഈ തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലുമൊക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു വീഴും. അങ്ങനൊരവസ്ഥ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? എന്നെ ജീവിക്കാൻ അനുവദിക്കൂ പ്ലീസ്. എത്രയോ കാലമായിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങൾ നമ്മൾ അറ്റകുറ്റപ്പണിക്ക് ഭയപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ വേണ്ടത്ര മുൻഗണന പലപ്പോഴും കൊടുക്കുന്നില്ല എന്നാണ് അവസ്ഥ. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.